വിശുദ്ധ റമദാന്റെ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഖുർആനെ റമദാൻ മാസത്തിൽ ഇറക്കി അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം അത് എന്ന് പറയുന്ന സൂറത്ത് ബഖറയിലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്, അവിടെ മനുഷ്യർക്ക് മാർഗദർശനമായി അള്ളാഹു റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുക മാത്രമല്ല, മറിച്ച് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചു എന്ന് കൂടി അള്ളാഹു ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് രാത്രിയിൽ അള്ളാഹു ഈ വേദത്തെ അവതരിപ്പിച്ചത്? രാത്രിയുടെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ രാത്രിയിൽ ഇറക്കി എന്ന് എടുത്തു പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കറിയാം, ചില സമയങ്ങൾക്ക് അള്ളാഹു ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോ വെള്ളിയാഴ്ച ഇമാമ് മിംബറയിൽ കയറുന്നതിനിടയിലുള്ള സമയം അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്വലാത്ത് നിർവഹിച്ചു കഴിഞ്ഞ ഉടനെ ഉള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അപ്പോ ചില സമയങ്ങൾക്ക് അള്ളാഹു ചില പ്രത്യേകതകൾ വച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ചില ദിവസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ അതായത് വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം, അപ്പൊ അതിൽ വ്രതമനുഷ്ഠിക്കല്, നോമ്പെടുക്കല് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അയ്യാമുൽ ബീള്, അതിൽ 3 ദിവസം നോമ്പെടുക്കല് പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ ദിവസങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളായി ആഴ്ചകളിൽ, പിന്നെ അതുപോലെ തന്നെ ചില ആഴ്ചകൾക്ക്, ചില മാസങ്ങൾക്ക് എല്ലാം പ്രത്യേകതകളുണ്ട്. മാസങ്ങളിൽ ഇപ്പോ മുഹറം, അതുപോലെ തന്നെ റമദാന്, ഇതെല്ലാം പ്രത്യേകമായ മാസങ്ങളാണ്. അതുപോലെ തന്നെ ചില രാത്രികൾക്ക് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, അതിന് അള്ളാഹു ചില പ്രത്യേകതകൾ കൽപ്പിച്ചിരിക്കുന്നു. ആ പ്രത്യേകതക്ക് നിദാനമായി മാറിയിരിക്കുന്നത് ഖുർആനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നാം പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ആ രാത്രിയിൽ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്? അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാല്, രാത്രി എന്നത് മനുഷ്യന് എല്ലാ സംഘർഷങ്ങളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും മാറി സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു വേളയാണ്. ബുദ്ധിയും ചിന്തയും ഉള്ളവര്, അല്ലെങ്കിൽ ജീവിതത്തെ ഏറ്റവും ക്രമത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന, അടുക്കോടും ചിട്ടയോടും കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകള് രാത്രിയായി കഴിഞ്ഞാൽ അവർ തനിച്ചിരുന്ന് സ്വയം അവരുടെ ജീവിത വിഷയങ്ങളെ വിശകലനം ചെയ്യുകയും അങ്ങനെ ഭാവിയെ ഏറ്റവും നിറമുള്ളതാക്കാൻ, സമ്പുഷ്ടമുള്ളതാക്കി മാറ്റാൻ അവര് ആലോചനകൾ നടത്തി, അവര് ഒരു ക്രമീകരണങ്ങൾ സൃഷ്ടിച്ച് അവരവരുടെ ജീവിതത്തെ ഏറ്റവും നന്നായി പാകപ്പെടുത്തും. ഇപ്പൊ ബുദ്ധിയുള്ളവർ, ചിന്തയുള്ളവർ, ജീവിതത്തെ ഏറ്റവും നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകള്, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കുവാൻ ആഗ്രഹിക്കുന്നവര്, അവർ രാത്രി സമയങ്ങളിൽ ശാന്തമായിരുന്ന്, സ്വസ്ഥമായിരുന്ന്, നല്ല മനസ്സോടും ചിന്തയോടും കൂടി അവരുടെ ജീവിതത്തെ വിശകലനം നടത്തി, അതിനെക്കുറിച്ച് ആഘാതമായി ചിന്തിച്ച്, നന്നായി ആലോചിച്ച്, ഭാവിയിൽ അതിനെ പാകപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളും ചിന്തകളും രാത്രിയിൽ അവർ നടത്തും. ഇപ്പൊ വിശുദ്ധ ഖുർആൻ രാത്രിയിൽ, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ രാത്രിയിൽ ഇറക്കിയത്. അത് സങ്കീർണതകളിൽ നിന്നുകൊണ്ട് വായിക്കേണ്ട ഒന്നല്ല.
സംഘർഷപൂരിതമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വായിക്കേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ശാന്തരായിരിക്കുമ്പോൾ ശാന്തമായ മനസ്സോടുകൂടി ചിന്താപൂർവം ഉറ്റ് ആലോചിച്ച് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി നേരങ്ങളിൽ നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു, രാത്രി സമയം അവതരിപ്പിച്ചിരിക്കുന്നു. തന്നെയുമല്ല, ആ രാത്രിക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അള്ളാഹു മനുഷ്യന്റെ എല്ലാ ജീവിത ക്രമങ്ങളെ അതിൽ ചിട്ടപ്പെടുത്തുന്ന ഒരു രാത്രി കൂടിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് പറയുന്നത്. അതിനെ തംഫീർ ചെയ്യുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ശാന്തനായിരുന്ന് ചിന്താപൂർവം വിശുദ്ധ ഖുർആനെ വായിക്കുകയും അവന്റെ വ്യക്തിപരമായ വിഷയങ്ങളെ, സാമൂഹികപരമായ വിഷയങ്ങളെ അള്ളാഹുവിലൂടെ പഠിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് അവൻ അള്ളാഹുവിൽ നിന്നും പരിഹാരം തേടി അതിനെ അവൻ പ്രയോഗവൽക്കരിക്കണം എന്ന മഹാ തേട്ടം ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് രാത്രിയിൽ എന്തുകൊണ്ട് ഇതിനെ അവതരിപ്പിച്ചു എന്ന വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ വിശുദ്ധ റമദാന്റെ രാത്രികള് നമ്മള് ഖിയാമുൽ ലൈലിന്റെ രാത്രികളായി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു. അതിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തില് ഏറ്റവും വലിയ ഇബാദത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നന്ദിയുള്ളവരായി നിൽക്കുകയും അള്ളാഹുവിന്റെ വചനങ്ങളെ നിരന്തരം ഉരുവിട്ട് അതിൽ നിന്ന് അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങളെ നിരന്തരം കേൾക്കുകയും തിരിച്ച് അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ നമ്മൾ മുഴുകുകയും ചെയ്യുന്ന രാത്രികളാണ് റമളാന്റെ ഓരോ രാത്രികളും. അപ്പോ നമ്മൾ സന്ധ്യാസമയം മുതൽ പ്രഭാത സമയം വരെ അധിക ആളുകളും അള്ളാഹുവുമായിട്ട് അവന്റെ പ്രശ്നങ്ങളെ, അവന്റെ ജീവിത വിഷയങ്ങളെ, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ, അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെയെല്ലാം തന്നെ അള്ളാഹുവിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് പഠിച്ച് അതിനെ പ്രയോഗിക്കേണ്ടതുണ്ട്. വിശ്വാസികള്, അള്ളാഹുവിന് കീഴ്പ്പെട്ടൊരു സമൂഹം ഈ ദിനരാത്രങ്ങളിൽ അള്ളാഹുവുമായിട്ട് അവര് മുനാജാത്ത് നടത്തുമ്പോൾ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഇതിനെ ലാഘവത്തോടു കൂടി കൊണ്ടല്ല വായിക്കേണ്ടത്, ചിന്താശൂന്യമായി കൊണ്ടല്ല ഈ ഖുർആനെ അവർ സമീപിക്കേണ്ടത്. മറിച്ച് ശാന്തമായ മനസ്സും ഗാഠമായ ചിന്തയോടും കൂടി ഖുർആനെ സമീപിക്കുകയും അങ്ങനെ അതിലൂടെ അവരുടെ പ്രശ്നങ്ങളെ നിരന്തരം കണ്ടറിഞ്ഞ് അതിനെ പരിഹരിക്കുവാനും അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ജീവിതത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുവാനും അള്ളാഹുവിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്, വഹിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നോമ്പ് കാലത്തെ രാത്രി നേരങ്ങളിലുള്ള പ്രാർത്ഥന പോലും ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് എന്നെല്ലാം ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്ത് ധാരാളം പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. സങ്കീർണമായ ധാരാളം വിഷയങ്ങൾ അവർക്ക് തലക്ക് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മാത്രമല്ല ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. അതിനപ്പുറം നമ്മേക്കാളും അതിരൂക്ഷമായ സങ്കീർണമായ ഭൂമികയിൽ ജീവിച്ച പരിശുദ്ധ റസൂലിനെ മുമ്പിൽ കൊണ്ടുവന്ന് ആ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് ഈ വഹിയിലൂടെ റസൂലുള്ള തരണം ചെയ്തത് എന്നും ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് പഠിച്ചിട്ട് ഒരു സമൂഹത്തെ അതിന് പരിഹാരം വിശുദ്ധ ഖുർആനെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ വഹീനെ മുമ്പിൽ വെച്ച് ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരിലെ മഹാഭൂരിപക്ഷം വരുന്ന അക്രമികളായ ഒരു സമൂഹത്തിന്റെ മുകളിൽ ഏത് രൂപത്തിലാണ് നന്മ കൊണ്ട് ആധിപത്യം നേടിയത് എന്ന് നമ്മൾ നന്നായി പഠിച്ചറിയണം. അവിടെ നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് സംഭവിച്ചു പോയ പിഴവുകളെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പിഴവ്, നമ്മൾ വിശുദ്ധ ഖുർആനെ നമ്മൾ ഈ റമളാന്റെ പ്രത്യേകതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യേകതയായി നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദീപമായി അവരുടെ ജീവിത നിയമ വ്യവസ്ഥിതിയായി അള്ളാഹു അവനിൽ നിന്നും ഈ വേദത്തെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാല് അങ്ങനെ മനുഷ്യരെ വെച്ചുകൊണ്ട് ഈ വേദത്തെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മനുഷ്യർക്ക് മാർഗദീപമായി
മാർഗവെളിച്ചമായി ഈ ഖുർആനെ നിരന്തരം അവതരിപ്പിക്കുകയും അതിനെ വർഗവർണ്ണ ബോധങ്ങൾക്കപ്പുറം, മത വർഗ ജാതീയ ചിന്തകൾക്കപ്പുറം, മതമില്ലാത്ത ജാതിയില്ലാത്ത പ്രപഞ്ചനാഥൻ മനുഷ്യനെന്ന ശ്രേഷ്ഠ സൃഷ്ടിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവന്റെ ജീവിതത്തെ ഏറ്റവും നന്നായി പ്രയോഗവൽക്കരിക്കുവാൻ, ഭൂമിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ അവനിലൂടെ അവതരിപ്പിച്ച ഈ നിയമത്തെ, ഈ ജീവിത മാർഗരേഖയെ അമ്പിയാക്കന്മാർ പ്രത്യേകിച്ച് പരിശുദ്ധ റസൂല് കണ്ടതുപോലെ കാണുവാനും പരിശുദ്ധ റസൂല് പ്രയോഗവൽക്കരിച്ചതുപോലെ പ്രയോഗവൽക്കരിക്കുവാനും, അങ്ങനെ ഒരു ജനതയിലെ തിന്മകളെ വിഭാടനം ചെയ്ത് ഉന്മൂലനം ചെയ്ത് അവരെ കൂടി നന്മയുടെ വാക്താക്കളാക്കി നമുക്കുള്ളിലുള്ള വെളിച്ചത്തെ ഒന്നുകൂടി ഊതി അതിനെ നന്നായി പ്രശോഭിപ്പിച്ച് നമ്മൾ കൂടി വെളിച്ചമുള്ളവരായി മാറാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഈ റമദാനിൽ ഉറ്റ് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഭൂമികയുടെയെല്ലാം പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമാണ്. നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ തെറ്റിദ്ധാരണയെ നീക്കുക? നമ്മൾ നിരന്തരം നമ്മെ ആരെല്ലാം തെറ്റിദ്ധരിച്ചുവോ അവരോട് നമ്മെക്കുറിച്ച് നന്നായി പറഞ്ഞു കൊടുത്തിട്ട് നമ്മെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്തുവാനും മറ്റുള്ളവർക്ക് നമ്മുടെ നന്മകളെ ബോധ്യപ്പെടുത്തുവാനും നമ്മൾ ശ്രമിക്കും. എന്നാൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് വിശുദ്ധമായ ഒരു സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുന്ന, മാനവികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, ധാർമ്മികമായ ബോധ്യങ്ങളെ നന്നായി മനസ്സിൽ താലോലിക്കുന്ന, നീതിബോധവും ധർമ്മബോധവും എല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന, അതെല്ലാം നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര്, അന്ത്യപ്രവാചകൻ നിരോധിച്ച ഏത് വിഷയത്തിലാണ് തർക്കമുള്ളത്? പരിശുദ്ധ റസൂൽ കൽപ്പിച്ച ഏത് വിഷയത്തിലാണ് മനുഷ്യർക്ക് സംശയമുള്ളത്? ഏതിനെയാണ് നിഷേധിക്കുവാനും നിരാകരിക്കുവാനും നിന്ദിക്കുവാനും മനുഷ്യന് കഴിയുക? ഒരിക്കലും കഴിയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയും നമ്മെ ഈ രൂപത്തിൽ ഈ പിന്നെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിൽ തന്നെ നമ്മൾ നന്നായി ആലോചിച്ച് പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റിയ തെറ്റുകളെ നമ്മളും തിരുത്തേണ്ടതുണ്ട്. അപ്പൊ വിശുദ്ധ റമദാനില് നമ്മൾ ഖുർആനെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് പാരായണം ചെയ്തു പോവല്ല വേണ്ടത്. അഗാധമായി ചിന്തിച്ച് പഠിച്ച് നമ്മുടെ ഭൂമികയിൽ ഇതിനെ പ്രയോഗവൽക്കരിക്കാനുള്ള നല്ല ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്, മനുഷ്യ സമൂഹങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും മനുഷ്യ സമൂഹങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.